എനിക്കൊരു ആഗ്രഹം ഏട്ടാ. എന്താണ് ആഗ്രഹം? ആൾക്കാർ പറഞ്ഞേക്കുന്നതിന് നീ മൈൻഡ് ചെയ്യണത്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോയി ചെയ്യേ. ശരിക്കും പിന്നല്ല ശരിക്കും ചെല്ലേ. അബദ്ധാവോ? ഒരബദ്ധവും ആവില്ല, അടിപൊളിയിരിക്കും. ചേട്ടെ ഗോ ഫോർ ഇറ്റ്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഇന്ന് സഫലമാവാൻ പോണേ. എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കറക്റ്റ് ഡിസിഷനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ 4 പേരും കൂടി രാവിലെ തന്നെ പുറപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിന് ബോറടിച്ച് അവൻ കിടന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യായിരുന്നു. ഞങ്ങൾ ചെന്ന് കയറിയത് എൻ്റെ കുറേ കാലത്തെ ടാറ്റു ചെയ്യണം എന്നുള്ള സ്വപ്നത്തിലേക്കാണ്. ഇൻഫെക്റ്റഡ് മോങ്സ് ടാറ്റു സ്റ്റുഡിയോയിൽ വേദവും ജയറാമും മക്കളും ഞങ്ങളെ ഒരുപാട് സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ടാറ്റുവിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരുപാട് സംശയങ്ങളും അവർ തീർത്തു തന്നു കേട്ടോ. കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞതിന് ശേഷം അധികം വൈകിക്കാണ്ട് ഞങ്ങൾ ടാറ്റു സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി. അവിടെ ബിന്ദേഷ് ആയിരുന്നു എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റ്. എനിക്ക് എന്ത് ഡിസൈനാണ് വേണ്ടതെന്ന് ഞാൻ കുറച്ച് ദിവസമായി വേദുവിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ നന്നായി തന്നെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അത് എൻ്റെ കയ്യിൽ എവിടെ പ്ലേസ് ചെയ്താലാണ് ഏറ്റവും ഭംഗി എന്നെല്ലാം കാണിച്ചു തന്നു. ഇതൊരു ഡെമോ ആണ് കേട്ടോ, ശരിക്കുള്ള കലാപരിപാടി തുടങ്ങണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൺസെൻറ്റ് സൈൻ ചെയ്തു, എന്നിട്ട് പരിപാടിയിലേക്ക് കടന്നു. വീണ്ടും എൻ്റെ ടാറ്റു സംബന്ധമായ ഒരുപാട് ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് പെയിൻഫുൾ പ്രോസസ്സ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ ആണ്, പക്ഷേ അൺസഹിക്കബിൾ അല്ല. പക്ഷേ എൻഡ് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വർത്ത് ദ പെയിൻ ആണെന്ന്. അത് കഴിഞ്ഞ് അനുവിനും ഒരാഗ്രഹം, ഒരു ടാറ്റു ചെയ്യണമെന്ന്. അതും അങ്ങോട്ട് നടത്തി കൊടുത്തു. അവളുടെ മുഖത്തെ സന്തോഷാട്ടോ നിങ്ങളെ കാണുന്നത്. അനുക്കുട്ട ഹാപ്പി ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഞങ്ങൾ വിചാരിച്ചു മനു ബോറടിച്ചിരിക്കുന്നു, പക്ഷെ ബേബി അവേമിയും അവേനും അവിടെ ഉള്ളതുകൊണ്ട് അവൻ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ വിധുവിൻ്റെയും ജയറാമിൻ്റെയും കുട്ടികളാണ് എവേനും എവേമിയും. എൻ്റെ ടാറ്റു ഞാൻ ഏട്ടനെ കാണിക്കാൻ എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങളെ കാണുന്നത്. മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് വരുമെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ ടാറ്റു ചെയ്തതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി, രണ്ടാമതൊരു ടാറ്റു ചെയ്യണമെന്ന്. അങ്ങനെ കുറച്ച് ഡിസൈൻസ് അവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് ഞാനൊരു തീരുമാനത്തിലെത്തി, ഒരു ടാറ്റും കൂടി ചെയ്യാമെന്ന്. നല്ല ഭംഗിയുള്ള ഗണേശൻ്റെ ടാറ്റു കാണിച്ചു തന്നപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുക. അപ്പം പിന്നെ അത് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണതാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട്. എങ്ങനെയുണ്ട്? നന്നോ? പിന്നെ എന്നെ മോറലി സപ്പോർട്ട് ചെയ്യണ ഏട്ടനെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത്. ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ടാറ്റു ചെയ്ത് തന്ന ബിന്ദേഷിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ എങ്ങനെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് അനുവിനെ കൊണ്ട് ഞാൻ പല പോസിലും ഫോട്ടോ എടുപ്പിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ടാറ്റു എടുത്തത്. അപ്പോൾ പല പോസിലും പല ആംഗിളിലും ഫോട്ടോ എടുപ്പിച്ചു. എന്തായാലും ഞാൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ടാറ്റു എക്സ്പീരിയൻസ് ഇത്രയും മനോഹരമാക്കി തന്ന വിധുവിനും ജയറാമിനും ബിന്ദേഷിനും സൂരജിനും ഒരു വലിയ താങ്ക്സും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പുറപ്പെട്ടു. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെയൊന്നും തോന്നിയില്ല കേട്ടോ. ഒരുപാട് അറിയണ ആൾക്കാരെ ഒരുപാട് കാലം കഴിഞ്ഞ് വീണ്ടും കാണുന്ന പോലെ മാത്രമേ തോന്നിയുള്ളൂ. അത്ര സ്നേഹത്തോടെയാണ് എല്ലാവരും നമ്മളുടെ അടുത്ത് പെരുമാറിയത്. പിന്നെ വീണ്ടും സന്ധിക്കുമ്പോഴേ വണക്കം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പോയി. നേരെ അവിടുന്ന് പോയത് ഓക്സ്ഫോർഡിലൊരു പബ്ലിക്കാണ്. നല്ല ഇംഗ്ലീഷ് കൺട്രി സൈഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. ഏകദേശം ഒരു 4-4:30 ആയിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് എല്ലാവർക്കും ക്ഷീണമായി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ പിന്നിലൊന്ന് കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷേ ഞാൻ ആണെങ്കിൽ എൻ്റെ ടാറ്റുവിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഡ്രൈവറുടെ പണി മെനക്കെടുക്കണോണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു തിരിച്ചു പോണ വഴിക്ക്. എന്തോ 2-3 ആക്സിഡൻറ്റ്സ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു വീട്ടിലെത്താൻ. 1 മണിക്കൂർ എന്നുള്ള ഒരു 1.5 മണിക്കൂറായി. പക്ഷേ ഞങ്ങൾ 4 ആളും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി.